ഹലോ ഗായ്സ്, നിങ്ങൾ ഈ പെട്ടക്കണ കരിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കണ്ടോ, ഇതാണ് സംഭവം. കണ്ടാ, നമ്മളിപ്പോൾ കുമ്പളങ്ങിയിലാണ് നിൽക്കുന്നത്. കുമ്പളങ്ങിയിൽ നമ്മൾ ഒരു പരിപാടിക്ക് പോയതായിരുന്നു. ഞങ്ങളുടെ വല്യമ്മയുടെ വീടുണ്ട് കേട്ടോ. അവിടെ പോയപ്പോഴത്തേക്കും വെറുതെ ഒന്ന് ചൂണ്ടിടാൻ ഓർത്തതാണ്. വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, വെറുതെ കുത്തിയിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ഇവിടേക്ക് തന്നെയല്ലേ പരിപാടി. വല്യമ്മക്കൊക്കെ അവിടെ ചാലുണ്ട്, അപ്പോൾ ചാലിൽ നിന്ന് പിടിക്കല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ ചാല തന്നെയല്ലേ. ചാല നിറച്ചും കരിമീനും വലിയ വേറെ മീനൊക്കെ ഉണ്ട്. നമ്മൾ ചൂണ്ടയിടാൻ നിന്നിട്ടുണ്ടല്ലോ, എൻ്റെ മോനെ കരിമീൻ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിട്ടണമെല്ലാം ചെറുതാണ്, എന്നാലും കിട്ടാനുണ്ട്. ഒന്നും കിട്ടാണ്ടിരിക്കണല്ലോ, എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും. ഇപ്പം പിടിച്ചത് മാത്രമേ ഇച്ചിരി വലുത് കിട്ടിയുള്ളൂ കേട്ടോ, ബാക്കി എല്ലാം ചെറുതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. എല്ലാം പിടിക്കുമ്പോൾ തന്നെ അത് അങ്ങോട്ട് കളയുകയാണ് ചെയ്തത്. ഇത് മാത്രമേ എടുത്തുള്ളായിരുന്നു. പക്ഷേ ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോന്നപ്പോഴത്തേക്കും വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. അവിടെ തന്നെ ആ കൊല്ലിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കൊല്ലി, നമ്മൾ വലയൊക്കെ വെച്ച് നെയ്തെടുക്കൂലേ മീനിനെ കിട്ടുമ്പോഴത്തേക്ക് ഇടാനായിട്ട്. ഞങ്ങളുടെ ഇവിടെ കൊല്ലി എന്നാണ് പറയുന്നത്, നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയണതെന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വലിയ കരിമീൻ മാത്രം അതിൻ്റെ അകത്തിട്ട്, ബാക്കി കിട്ടിയതെല്ലാം ഞങ്ങൾ കളഞ്ഞ്. നമ്മളിത് കിട്ടാനായിട്ട് തീറ്റിടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കണ പോലെ ഒരു ഉണ്ടയൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഈ മീൻ കൊത്താനായിട്ട് നമ്മൾ തീറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മണ്ണരയൊക്കെ ഇട്ടാൽ കിട്ടും, പക്ഷെ മണ്ണിരയൊക്കെ നമ്മൾ നോക്കി എടുക്കണ്ടേ, വെറുതെ സമയം പോകുന്നതല്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് അവിടെ പോയതാണ്, അപ്പോൾ വെറുതെ എടുത്തതാണ്. ഇത് കണ്ടത് ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ബോൾസാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അപ്പോൾ കിട്ടും കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ച് കിട്ടിയൊന്നുമില്ലെന്നാണ്, കാരണം നല്ല ഓളവും വെയിലും പൊങ്ങി നിൽക്കുന്നുണ്ട്, വെള്ളക്കുറവുമാണ്. അതുകൊണ്ട് ആദ്യം വിചാരിച്ച് കിട്ടിയിരുന്നു. പക്ഷെ കിട്ടാൻ തുടങ്ങിയിട്ട് എൻ്റെ മോനെ ഇത് കണ്ട വെടച്ചങ്ങോട്ട് കയറി വന്നത്. കുറച്ച് നേരം പോലും നമ്മൾ വെറുതെ നിന്നിട്ടില്ല കേട്ടോ. ഇട്ടണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ജസ്റ്റ് 2 വെട്ടമൊക്കെ എന്തോ കിട്ടാണ്ടിരുന്നുള്ളൂ. കണ്ട, പിന്നെ ഒന്നും പറയാനില്ല. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്ത് രസമാണ് ഇവിടെ കാണാനായിട്ട്. അവിടെ നിറച്ച് കമ്പോലാണ് കേട്ടോ, ആ കാണുന്ന അവിടെയൊക്കെ. കുമ്പളങ്ങിയിൽ നമ്മൾ പാലത്തിൻ്റെ ഇപ്പറയുള്ളൊരു സ്ഥലമാണിത്. സത്യം പറഞ്ഞാൽ സമയം പോകാനായിട്ടാണ് ഈ ചൂണ്ടയിട്ടതെന്ന് തന്നെ പറയാം. കാരണം പിടിച്ചതൊന്നും ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തിട്ടില്ല, എല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. കുഞ്ഞതാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് ആ ചാലിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ വളരട്ടെ അല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ഈ കരിമീൻ. അത് കറി വെച്ച് കഴിക്കാനും അടിപൊളിയാണ്, പൊരിച്ച് കഴിക്കാനും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. ആദ്യം ഒരു വട്ടം ഇട്ടപ്പോഴത്തേക്കും വെള്ളത്തിൽ കിട്ടി, പിന്നെ അവസാനം ഇട്ടതും വെള്ളത്തിനെ കിട്ടിയത്, അതും കളഞ്ഞു. വള്ളത്തിയൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ വലിയ വള്ളത്തിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ വള്ളത്തിയാണ്, പക്ഷെ അവിടുത്തെ തന്നെ നമ്മുടെ ഒരു ചൂണ്ടുവിരലിൻ്റെ അത്രയും നീളം ഉണ്ടാവും. ഇതിപ്പോൾ കാണിച്ചു തരാം അത് എത്ര ഉണ്ടെന്ന്. ഇത് കണ്ട ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ നമ്മുടെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ